1000 ഒട്ടകപ്പുറത്ത് വന്ന സാധനങ്ങൾ മുഴുവനും മദീന നഗരവാസികൾക്ക് ദാനം ചെയ്തു. സയ്യിദ്നാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിച്ചെറിഞ്ഞു. എൻ്റെ മുതലുണ്ട്, ഉണ്ടേ കൊടുക്കാനോ. മനസ്സിലായില്ലേ? ഈ ചരക്കിന് ഇരട്ടിക്ക് അധികം വില പറഞ്ഞു ആര്? മദീനയിലെ കച്ചവടക്കാർ. അപ്പൊ പറഞ്ഞില്ല, ഒരേരട്ടി രണ്ടെത്തിയാൽ മതിയാവൂല. എന്തേ? അതിനേക്കാളും വലിയ ഒരാൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 ഇറച്ചിയാലേ അത് പറ്റൂല, എനിക്ക് അതിനേക്കാൾ ഇറച്ചി വേറെ ആൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരാണ് ഉസ്മാനെ പറയാ? അങ്ങനെ ആളുണ്ട്. എന്നായിക്കോട്ടെ, മദീനയെ കൊണ്ടുപോയി വെരിന്നറും എല്ലാവർക്കും വെറുതെ കൊടുത്തു. ആരാ ഇറച്ചി കൊടുക്കാറുണ്ട്? അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മക്ക് ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടിയാണ്. എങ്ങനെയുണ്ട്? ഭൗതിക പ്രമത്തതല്ല, ദുന്യാവാണ്. ദുന്യാവിന്റെ പ്രേമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പിന്നെന്താണ്? പക്ഷെ ദുന്യാവ് വേണം, ദുന്യാവ് വേണം, ദുന്യാവ് വേണം. മഹ്ദിമാവ് ദുന്യാവും കൊണ്ടാ വരിക, ദുന്യാവിന്റെ പ്രേമല്ല. ഇങ്ങനെ കൊടുക്കയ്യ വലിച്ചിങ്ങനെ എറിയും പൈസ. എണ്ണൂല. മനസ്സിലായില്ലേ? മദീമാമ എണ്ണൂല ഒന്നും. ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൊടുക്കും, എന്തായാലും കൊടുക്കും. ഒരാൾ വരും, അയാൾ പറയും ഞാനൊരു കഞ്ഞോനാണ്. അപ്പോൾ മദീമാമ ചോദിക്കും, അല്ല ആണ്ടൊക്കെ ശരി കഞ്ഞോനാണെങ്കിൽ തരാം, എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? എന്ത് സഞ്ചിയോ പാത്രമോ? ഇല്ല, ഞാനങ്ങനെ സഞ്ചിയൊന്നും കരുതി പോകുന്നിട്ടില്ല. എന്നാ കുപ്പായം കഴിച്ചു. അപ്പോൾ അയാൾ കുപ്പായം കഴിച്ചിട്ട് പിരിക്കും. കുപ്പായത്തിന് മേലും താഴെ കിട്ടിയ എന്തായി? സഞ്ചിയായി. അതിൽ നിറച്ചിട്ട് കൊടുക്കും. ഫയഹ്മലു അലാ ആതിഖിഹി, എന്നിട്ട് അയാൾ പെരടിയിൽ ചുമക്കും, ഇവിടെ ചുമക്കും. ഫയദ്ഹബു ഇലാ ബൈത്തി, പെരേക്ക്. ഈ സമ്പത്ത് വലിയ ഇത്, തലമുറകൾ കഴിയാനുള്ള സമ്പത്ത് ഏറ്റിക്കൊണ്ടുപോകും. ആര്? ഈ മനുഷ്യൻ. 10 വയസ്സല്ലാത്ത മനുഷ്യൻ വന്നിട്ട് ആര് കൊടുക്കും? പറയാ ദീപം കൊടുക്കടൂ. കൂട്ടിക്കന്നെ ഇരിക്കും. ദുനിയാവ് വേണം. എന്തില്ല? പ്രേമല്ല. പ്രേമം വന്നാലും ഓഫലത്തായി. പൈസ ഉണ്ടായാലും ഓഫലത്തായി, പൈസ ഇല്ലെങ്കിലും ഓഫലത്തായി. അങ്ങനെയാണല്ലോ. കണ്ടവരോട് മുഴുവനും പൈസ കടം വാങ്ങിയാണ്ട് നമ്മളെ മാളൂനെ കെട്ടിക്കണതിൻ്റെ തലേ ദിവസം നമുക്ക് ഡാൻസ് നടത്തിയത് എന്ന് പറഞ്ഞാൽ അതങ്ങനെ. അങ്ങനെ പറഞ്ഞാൽ അത് ഓഫലത്തിൻ്റെ വാക്കാണ്, അത് ഓഫലിൻ്റെ വാക്കാണ്. മനസ്സിലായില്ല? ചിന്തിക്ക്. അപ്പൊ മത്ത് പിടിച്ചവരാണ്. ബിലായിസ്മിൻ, കള്ളുകുടിയന്മാർ എന്ന് പേരില്ലാതെ തന്നെ. കള്ളു കുടിച്ചു എന്ന പേരില്ലാതെ, കള്ളുകുടിയന്മാർ എന്ന പേരുമില്ലാതെ സുക്കാറ, മതോന്മത്തന്മാരാണ് അവർ. അവർക്ക് എന്ത് വന്നു പോയി? മത്ത് പിടിച്ചു. ആരോടുള്ള പ്രേമം? അല്ലാഹുവിന്റെ റസൂലിനോട് പ്രേമം. കള്ളുടിച്ചിട്ടുണ്ടോ? ഇല്ല. കള്ളുടിയന്മാർ പേരുണ്ടോ? ഇല്ല. സുക്കാറ, ഒരു മത്ത് പിടിച്ചവരാണ്, മത്ത് പിടിച്ചവർ. അങ്ങനത്തെ മത്ത് പിടിച്ച ആളല്ലേ തൻ്റെ ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുന്നിൽ വെച്ച് നിന്റെ വീട്ടിൽ നീ എന്താണ് ബാക്കിയാക്കിയത്? അബഖൈതുല്ലാഹു റസൂലഹു, അള്ളാഹിൻ്റെ റസൂലിനെ ബാക്കിയാക്കി. മത്തിടിച്ചിട്ടില്ല. അങ്ങനെയാണ്. അബൂദഹദാഹ് എന്ന സ്വഹാബി മുസ്തഫ നബിയുടെ വഅദ് മദീന പള്ളിയിൽ നിന്ന് കേട്ടു. ഓടി പള്ളിയിൽ നിന്ന് കേട്ടു. ആരാണ് അള്ളാഹുവിന് നല്ല മനസ്സോടെ കടം കൊടുക്കാനുള്ളത്? അള്ളാഹു പിന്നെ ഇരട്ടിയായി തിരിച്ചു തരും. ആരാണ്?
ആരാണ് അള്ളാഹുവിന് നല്ല നിലക്ക് കടം കൊടുക്കാനുള്ളത് എന്ന് അബൂദ്ദഹ്ദാഹ് എന്ന സ്വഹാബി വഅള് കേട്ടു. മുസ്തഫ നബിയുടെ വഅളിനെ മദീന പള്ളിയിൽ കാന യുഇലു നാസ ബിഹാദിഹിൽ ആയ. ഈ ആയത്തും വെച്ച് വഅള് പറയാണ് ഹബീബായ റസൂൽ മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന. ഏതാ സൂറത്ത്? ഹദീദ. എടുത്തോക്ക് മുസാഫ് എടുക്കുക. من ذا الذي يقرض الله قرضا حسنا. നല്ല മനസ്സോടെ ആരാണ് അള്ളാഹുവിന് കടം കൊടുക്കാനുള്ളത് എന്ന് ചോദിച്ചു മുസ്തഫ നബി. ഈ ആയത്തോടി വഅള് പറയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആ വഅള് കേൾക്കുന്ന കൂട്ടത്തിൽ അബൂദ്ദഹ്ദാഹ് എന്ന സ്വഹാബിയുണ്ട് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് മദീനയിൽ ഒരു തോട്ടമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതമാർഗം ആ തോട്ടം. ആ തോട്ടത്തിൽ 600 ഈത്തപ്പനകളുമുണ്ട്. ഓക്കെ, ഇത് ചെൽട്ടാ. എത്ര? من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم. ഹദീദ് 11-ാമത്തെ ആയത്ത്. من ذا الذي, ആരാണ് ഒരുത്തൻ യുഖ്രിദുല്ലാഹ, അല്ലാഹുവിന് കടം കൊടുക്കാനുള്ളവൻ ആരാണ്? ഖർളൻ ഹസന, നല്ല നിലക്ക് കടം കൊടുക്കുക, നല്ല മനസ്സോടെ കൊടുക്കുക. ഫയുളാഇഫഹു ലഹു, അപ്പോൾ അതിനെ അല്ലാഹു ഇരട്ടിച്ചു കൊടുക്കും. ലഹു, അവന് ഇരട്ടിച്ച് തിരിച്ചു കൊടുക്കും. വലഹു, അവനുണ്ട് അജ്റുൻ കരീം, ഏറ്റവും മാന്യമായ കൂലിയും ഉണ്ടാവും. ഈ ആയത്തോടി വഅള് പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ. കാന ഫി മസ്ജിദി മദീന, മസ്ജിദ് നബവി ഷരീഫ്, ഷറഫാക്കപ്പെട്ട മസ്ജിദ് നബവിയിൽ വഅള് പറയാണ് മുസ്തഫ നബി. കേട്ടിരിക്കുന്നവരെ കൂട്ടത്തിൽ ഒരു സ്വഹാബിയുണ്ട്. എന്താണ് സ്വഹാബിയുടെ പേര്? പേക്കരുത്. അബൂദ്ദഹ്ദാഹ്. രണ്ട് ഹാ. അബൂദ്ദഹ്ദാഹ് ദാലും ഹാഉം ആവർത്തിച്ചത്. അബൂദ്ദഹ്ദാഹ് എന്ന സ്വഹാബി. فقال انا يا رسول الله يا نبي. ആരാണ് അല്ലാഹുവിന് കടം കൊടുക്കാൻ? ഞാനുണ്ട് നബി. ഓട്ടോട്ടം മദീന പള്ളിയുടെ മുന്നിൽ ബൈറുഹ എന്നൊരു തോട്ടുണ്ടായിരുന്നു. ഇന്നത് മദീന പള്ളിയിലാണ്. ഇന്നിപ്പോൾ ആ കോമ്പൗണ്ടിലുണ്ട് സ്ഥലം. അന്ന് പള്ളി ചെറുതാ. അതിന് നേരെ തൊട്ട് മുന്നിൽ തോട്ടുണ്ട്. വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുഹ, ആ തോട്ടം റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു. കാന യദ്ഖുലുഹ, ആ തോട്ടത്തിൽ ഹബീബ നബി പ്രവേശിക്കാറുണ്ടായിരുന്നു. വയശ്റബു മിൻ മാഇഹ, ആ തോട്ടത്തിലെ വെള്ളം നബി കുടിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ തോട്ടം. തൻ്റെ സ്വഹാബിയായ ശിഷ്യനായ അബൂദ്ദഹ്ദാഹിൻ്റെ തോട്ടാണ്. ഇടക്കിടക്ക് റസൂൽ അവിടെ പോകും. എന്നിട്ട് അതിൽ എന്തുണ്ടാവും? നല്ല മുത്തുപോലത്തെ ഉറവ വെള്ളമുണ്ട്. ആ വെള്ളം റസൂൽ അങ്ങനെ കുടിക്കും. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ് ആ തോട്ടത്തിലെ വെള്ളം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുഹാ, ആ തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കാറുണ്ടായിരുന്നു. വയശ്റബു മിൻ മാഇഹാ, ആ തോട്ടത്തിലെ വെള്ളത്തിൽ ഹബീബ നബി കാന യുഹിബ്ബുഹ, ആ തോട്ടം ബൈറുഹ എന്നാണ് തോട്ടത്തിൻ്റെ പേര്. എഴുതിക്ക് ബൈറുഹ എന്നാണ് ആ തോട്ടത്തിൻ്റെ പേര്. അവസാന ഹംസ്. ബൈറുഹ എന്നാണ് തോട്ടത്തിൻ്റെ പേര്. ഇന്നത് മദീന പള്ളിയുടെ കോമ്പൗണ്ടിൽ ഉണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന് കടം കൊടുക്കാൻ ഞാനുണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദ്ദഹ്ദാഹ് പള്ളിയിൽ നിന്ന് നബിയുടെ വഅള് കഴിഞ്ഞിട്ടില്ല. അബൂദ്ദഹ്ദാഹ് ഇറങ്ങി ഓടി. ഞാൻ അല്ലാഹു മനസ്സിലായില്ലേ? ഹബീബ നബിയോട് പറഞ്ഞു ഹദീഖതി ബൈറുഹാ ഖർദു ലില്ലാഹി യാ റസൂലല്ലാഹ്. അല്ലാഹുക്ക് കടം കൊടുത്തു. തുരീദു യാ റസൂലല്ലാഹ്, നിങ്ങൾ കണ്ട മരി ചെയ്താൽ ഞാൻ കൊടുത്തത്, ഞാൻ കടം കൊടുത്തു. ആർക്ക്? വഫീഹ, ആ തോട്ടത്തിൽ വഫീഹ 600 നഖ്ല, അതിൽ എത്ര ഉണ്ട്?
600 ഈത്തപ്പനകളുണ്ട്. ആ മനുഷ്യൻ്റെ ജീവിതമാർഗത. എന്നിട്ടോ അത് പറഞ്ഞു. എണീറ്റ് ഓടിയിട്ട് തോട്ടത്തിൽ കയറിയില്ല. ആ തോട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ആ തോട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളും. ആ തോട്ടത്തിന്റെ പുറത്ത് വന്ന് നിന്നു ബഹുമാനപ്പെട്ട അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു. ഫനാദാ യാ ഉമ്മ ദഹ്ദാഹ് ഉഖ്റുജി ബിഔലാദിക് അഖ്റൽതുഹാ ലില്ലാഹ്. യാ ഉമ്മ ദഹ്ദാഹ്, മുദഹ്ദാഹ് ഭാര്യയെ വിളിച്ചു. യാ ഉമ്മ ദഹ്ദാഹ്, മനസ്സിലായില്ലേ? ഫഖ്റുജി, വേഗം വാ, പുറത്തു പോയി. ബിഔലാദിക്, എന്റെ കുട്ടികളെ എടുത്തോ. അഖ്റൽതുഹാ ലില്ലാഹ്, ഞാൻ ഈ 600 ഈത്തപ്പനകളുള്ള തോട്ടം ഞാൻ അല്ലാഹുവിന് കടം കൊടുത്തു കഴിഞ്ഞു. അത് ഇരട്ടിയാക്കി തരുത്തേ അല്ലാഹു, ഞാൻ കൊടുത്തു. ഫഖറജത് ഇംറഅതുഹു ബിഔലാദിഹ ബിലാ റൈബിൻ വലാ ശക്കിൻ വലാ ഖൗലിൻ. ഒരു വാക്ക് പോലും പറയാതെ കുട്ടികളെ എടുത്ത് ആ പെണ്ണ് പാഞ്ഞ് തോട്ടത്തിൻ്റെ പുറത്തേക്ക് ഓടി. കാരണം അള്ളാഹ് കൊടുത്താൽ നമ്മളോടക്കാൻ പറ്റൂല. നമ്മൾ അള്ളാഹ് റസൂലിന് ഇഷ്ടമല്ലാതെ ഒരു മിനിറ്റ് അതിൻ്റെ തണൽ അനുഭവിക്കാൻ പറ്റൂല. എങ്ങനെയുണ്ട്? ഇവർക്ക് ദുനിയാവുണ്ട്, എന്തില്ല? പ്രേമല്ല. നമുക്ക് ദുനിയാവില്ല, എന്തുണ്ട്? പ്രേമുണ്ട്. അവരൊരാൾ കുടിപ്പിച്ചത്, മുഹമ്മദ് ആളാണ് അവർ കുടിപ്പിച്ചത്. ഇവിടെയാണ് പ്രശ്നം. നമുക്ക് ദുനിയാവില്ലാത്ത എന്തുകൊണ്ട്? നമുക്ക് ഇത്ര ആയാൽ മതി, ഇതിനപ്പുറത്തേക്ക് പോയാൽ നമ്മൾ നശിച്ചു. അപ്പം എന്തിനാണ് ഇടക്കിടക്ക് എന്നോട് വന്ന് ഞാൻ വാടാപ്പേരിലാണ് എന്ന് പറയുന്ന വിഷമൊന്നല്ല കേട്ടോ പറയാവുന്നവരാ ഈ മജ്‌ലിസിലുണ്ട്. വാടാപ്പേരിലാണ്, എനിക്കറിയാം വാടാപ്പേരിലാണ്. വാടാപ്പേരിലായാലടാ എന്താടാ എന്ന് പേടിക്കണ്ട. ഇന്ന് രാവിലെ ക്ലാസ്സിന് വന്നില്ലേ? എന്തിനാണ് പേടിക്കുന്നത്? ഇതിന് നേരെ താഴെ ഇവിടെ 319 ക്ലാസ് നടന്ന വിവരം, അള്ളാഹിനെ പറ്റി 319 ക്ലാസ് നടന്ന വിവരം അറിയാത്ത മുതലാളി ഇതിൻ്റെ നേരെ ഇവിടെ പറക്കുന്നുണ്ട്. ഇതിന് നേരെ മുന്നേ പറക്കുന്നുണ്ട്. ഇവിടെ ക്ലാസ് നടന്ന വിവരം അവനെ അറിഞ്ഞിട്ടില്ല. അവന് ശല്യമാണ്. വെള്ളിയാഴ്ച രാവിലെ ഇത്രയും വണ്ടി ഇവിടെ കയറി വരുമ്പോൾ അവന് ശല്യം. ഏതാ നാട്ടുകാരൊക്കെ ഇവിടെ വെള്ളിയാഴ്ച വരികയാണ്, അവന് ശല്യമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കുന്നത് 600 ഈത്തപ്പനകളുള്ള ഈ തോട്ടം, ബൈറുഹ എന്ന തോട്ടം ഇന്ന് മദീന പള്ളിയിലുണ്ട്. ആ മദീന പള്ളിന്റെ കോമ്പൗണ്ടിലാണ് ആ തോട്ടം ഉള്ളത്. ആ തോട്ടം റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട തോട്ടമാണ്. ആ തോട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ഇരിക്കാറുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹി വെള്ളം കുടിക്കാറുണ്ടായിരുന്നു. കാന യുഹിബ്ബുഹാ, തൻ്റെ ശിഷ്യനായ അബൂ ദഹ്ദാഹിന്റെ ആ തോട്ടം റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അഖ്റൽതുഹാ ലില്ലാഹ്, ഞാനത് അല്ലാഹുവിന് കടം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടി അബൂ ദഹ്ദാഹ്. എന്നിട്ട് ഫവഖഫ വറാഅഹാ, അതിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് ഫനാദാ, വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? യാ ഉമ്മ ദഹ്ദാഹ് ഫഖ്റുജി ബിഔലാദിക് അന അഖ്റൽതുഹാ ലില്ലാഹ്. മുദഹ്ദാഹ്, ഇറങ്ങി വാ, എൻ്റെ കുട്ടികളെ എടുത്തോ. ഇനി ഒരു മിനിറ്റ് അടക്കരുത്, പല്ല് കുത്തണ ഈളവിടെ നിൽക്കരുത്. അഖ്റൽതുഹാ ലില്ലാഹ്, അത് ഞാൻ ആർക്ക് കടം കൊടുത്തു? അല്ലാഹ്. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അതാണ് സുഖാറാ. ഉന്മാദികളല്ലേ? ഒരു ഉന്മാദികളാണോ? അല്ലേ? ഒരു വയലിന്ന് കേൾക്കുമ്പോഴത്തേന് പാഞ്ഞു വെച്ച് ഇത് കൊടുക്കണമെങ്കിൽ ഇവർക്ക് ഉന്മാദം തന്നെയല്ലേ? സുഖറാ ബിലാ ഇസ്മിൻ, ഒരു കള്ളുടിക്കാതെ മത്ത് കുടിച്ചവരാണ്. ഓലെ മത്തെന്താ? എന്താണ്? ദീന്, മുത്തുനബി, അല്ലാഹു, റസൂല്. മക്കൾ പിടിച്ചു. സുഖറാ ബിലാ ഇസ്മിൻ, അവർ കള്ളന്റെ പേരില്ലാതെ മത്ത് പിടിച്ചവരാണ്. കള്ളുടിയന്മാരിന് പേരില്ലാതെ മത്ത് പിടിച്ച സുഖാറ. എന്താ സുഖാറിന്റെ അർത്ഥം? മത്തന്മാർ, മതോന്മത്തന്മാർ. ബിലാ ഇസ്മിൻ, കള്ളുകുടിയന്മാർ എന്ന് പേരില്ലാതെ മത്ത് പിടിച്ചവരാണ് ഇവർ മത്ത് പിടിച്ചവരാണോ? അല്ലേ? നിങ്ങൾ പറയും 600 പോയിട്ട് 60 ഈത്തപ്പന നമ്മൾ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്ത്? ആ തോട്ടത്തിൽ ബാഗൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ നബിൻ്റെ അടുത്ത് പോയി എന്ത് പറഞ്ഞാൽ മതി? 10 ഇത് ഞാൻ കൊടുക്കാം നബിയെ. അപ്പോൾ നബി എല്ലാവരും കൂട്ടിയ ദ്വാ.
പിന്നെ സമ്മേളനം ഉണ്ടാകുമ്പോൾ മോനെ സ്റ്റേജിൽ കസേര. മോലാൽമാരൊക്കെ പൈസ കൊടുക്കും, പക്ഷേ സ്റ്റേജിൽ കയറി കയറ്റി കുത്തിരിച്ചു. ചിലപ്പോൾ വലിയ ആലിമില്ല അല്ലാமல் താഴെ കുത്തിരിക്കണ്ടാവും. ഈ തീട്ടന്തൂറിയായ മോലാളി മുകളിൽ കുത്തിരിക്കണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ മൂല്യന്മാർ സമ്മേളനം വരെ നടക്കുക. തിരിഞ്ഞില്ല. ഓൻ അലിഫിൻ്റെ മഖ്റജ എന്താണെന്നറിയില്ല. ആ ജാതി നമുക്ക് സ്റ്റേജിന് മേലേക്ക് കുത്തിരിക്കും. എന്ത് ഓനതിന് പൈസ കൊടുത്തിട്ടുണ്ട് സമ്മേളനം നടത്താൻ. ഇല്ലെങ്കിൽ ഓനെ പൊളിച്ചു. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ അള്ളാഹു റസൂൽ എന്ത് ചെയ്തില്ല? എന്താ ഇസ്ലാം സമ്മേളനം, ഇസ്ലാം 1-ാം വാർഷിക സമ്മേളനം, ഇസ്ലാം 2-ാം വാർഷിക സമ്മേളനം, ഇസ്ലാം 3-ാം വാർഷിക സമ്മേളനത്തിന് ഇതാ ചോറ് വെക്കാൻ വേണ്ടി ഗോതമ്പ് തന്ന ആൾക്ക് വേണ്ടി പ്രത്യേക കസേര. ഇതൊന്നും അക്കാലത്തില്ല. ഇസ്ലാം 15-ാം വാർഷിക സമ്മേളനം, ഇസ്ലാം 25-ാം വാർഷിക സമ്മേളനം, ഇസ്ലാം 11-ാം വാർഷികം നടന്നുകൊണ്ടിരിക്കവേ മുത്തുനബി വഫാത്തായി. അങ്ങനെയൊന്നും അക്കാലത്തില്ല. സമ്മേളനത്തിന് വിവിധങ്ങളായ ഐറ്റംസ്, പരിപാടികൾ, ബത്തക്ക മുറിക്കൽ, ബിക്കൽ ഒന്നും അക്കാലത്തില്ല. മുതലാളിമാർ പൈസ തരലില്ല. മുതലാളിമാർ അക്കാലത്ത് കൊടുക്കും. പള്ളി മദ്രസ ഇല്ല. പള്ളി അതിനാകെ പിന്നെ പള്ളിയോട്ട് അന്ന് ഉണ്ടാക്കിയിട്ടുമില്ല. ഉണ്ടാക്കിയ പള്ളി നബി വിളിക്കാനും പറഞ്ഞു. ഒന്നുമില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യണം. ആ കൂട്ടത്തിൽ യുദ്ധത്തിന് പൈസ കൊടുക്കുകയാണെങ്കിൽ യുദ്ധത്തിന് പോരണം. അല്ല പൈസ മാത്രമേ സ്റ്റേജിൽ കയറ്റില്ല. മനസ്സിലാണ് പറഞ്ഞത്? ഇവർക്ക് പൈസയും കൊടുക്കും, പോരും ചെയ്യുന്നത് ചെയ്തായി പോരും. അങ്ങനെ പെണ്ണുങ്ങൾ വേറെ ആൾ കിട്ടും. തിരിഞ്ഞില്ല. ഇവർ പൈസ കൊടുത്തിട്ടുണ്ട് യുദ്ധത്തിന്. എന്നിട്ട് അവർ എന്തിനു പോയി യുദ്ധത്തിന്? ആ യുദ്ധത്തിന് ഈ പൈസ കൊടുത്ത മുതലാളി ഷഹീദായി. ഈ മുതലാളിച്ചിനെ വേറെ ആൾ കല്യാണം കഴിക്കും. പൈസയും പോയി, പറയണ ജീവനും പോയി, പിന്നെയും പെണ്ണുങ്ങളും പോയി. എന്നായി വേറെ ആൾ കിട്ടി. എന്നിട്ട് ആ തോട്ടത്തിൽ വേറെ ആളാണ് മാർക്ക്. എന്ത് മത്ത് പിടിച്ചിട്ടല്ലെങ്കിൽ ഇങ്ങനെ കാട്ടും. പിന്നെ യുദ്ധത്തിൻ്റെ ആ ലിസ്റ്റ് നമ്മളുണ്ട് ഒഴിവാക്കി തരണം. പൈസ നമുക്ക് കുറച്ചെടുക്കാം. അത് നബിനോട് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തു. പിന്നെ അതിന് നബിൻ്റെ ഒപ്പം മെല്ലെ നബിക്കൊരു ചായയും പൊടിയൊക്കെ വാങ്ങിക്കൊടുത്താണ്. നബിനോട് എന്ത് പറയാം, നബിയെ നമ്മൾ ആവറാനായി എന്നുള്ള ഒഴിവാക്കി കൊടുത്താൽ ഓൻ പൈസ ഇറങ്ങുന്നത്. അത് അക്കാലത്തില്ല. അക്കാലത്ത് പൈസ ആണെങ്കിൽ പോരണം. വലിയ മുതലാളിനെ നബി ബഹിഷ്കരിച്ചു. ഞാൻ സലാം പറയാൻ പാടില്ല. എന്ത് കഅബ മാലിക്കിന്? എന്താ കാരണം? തബൂക്ക് യുദ്ധത്തിന് പോകുന്നില്ല. ബഹിഷ്കരിച്ചു. സലാം പറയാൻ പാടില്ല എന്ന് അഭിമാനി നബി പറഞ്ഞു. അപ്പൊ നോക്കി നിങ്ങൾ അവർക്ക് തലവേദനയില്ല. അവർ മത്ത് പിടിച്ചവരാണ്, പക്ഷെ കള്ളുടിച്ചിട്ടില്ല. അവർക്ക് അവിടെ തലവേദനയില്ല. ഫയാലഹും, എന്തൊക്കെയാണ് നേട്ടങ്ങൾ അവർക്കുള്ളത്? ഓഹേ, എന്തൊക്കെയാണ് അവർക്ക് നേട്ടങ്ങളുള്ളത്? അവരുടെ സമയം സ്ഫുടമായിട്ടുണ്ട്. വൽ മുൽക്കു, അവർക്ക് ലഭിക്കുന്ന അധികാരമാകട്ടെ കാന കബീറ, ഏറെ മീതയായതാണ്. അവർക്ക് അള്ളാഹു വലിയ അധികാരം കൊടുക്കും. ദുനിയാവിലുമുണ്ട്, ആഖിറത്തിലും കൊടുക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കണം. നാളെ അടുത്ത ഞായറാഴ്ച ബാക്കി വിശാലമായി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ചില കാര്യങ്ങൾ ഞാൻ വീണ്ടും ചില വരികൾ ആവർത്തിക്കുന്നത് ഒന്നുകൂടി കൽബിക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. കൽബിക്ക് കയറേണ്ട സൈസ് ചില വലിയ വലിയ വാക്കുകളാണ്. അള്ളാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. അള്ളാഹു അവൻ്റെ സ്വാലിഹീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ. ദുനിയാവല്ലടാ പ്രശ്നം, ദുനിയാവിനോടുള്ള പ്രമത്തതയാണ്. ദുനിയാവിൻ്റെ അധികാരം നമ്മൾ ഇന്ന് ബഹുമാനിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നേതാവിനെ നീ പരിശോധിക്കണം. ചിലപ്പോൾ നേതാവ് നിന്നെ നരകത്തിൽ കടത്തും. നേതാവ് ഓഫിലാണെങ്കിൽ, നേതാവ് ഓഫിലാണോ നോക്കണം. അതാണ് ശ്രദ്ധിക്കണം. സംഘടനയുടെ പേര് പഞ്ചസാരയായിട്ട് കാര്യമില്ല. ഉള്ളിലുള്ള ആളുകൾ അവസ്ഥ എന്ത്, നേതാവിൻ്റെ അവസ്ഥ എന്തെന്ന് പരിശോധിക്കണം. സംഘടനയുടെ പേര് എന്താണ്? ബഹുമാനപ്പെട്ട പഞ്ചസാര സ്വർഗം, അങ്ങനെ പേരിട്ടുള്ള ഒരു സംഘടനക്ക് നല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ പരലോകത്ത് ഏറ്റവും നല്ലതാണ്. പഞ്ചസാര ദുനിയാവിലെ ഏറ്റവും നല്ലതാണ്.
അല്ലെങ്കിൽ തേൻ സ്വർഗ്, അങ്ങനെ പേരിട്ടളി. തേൻ പറഞ്ഞാൽ ദുനിയാവിൽ ഏറ്റവും നല്ലതാണ്, സ്വർഗം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ ഏറ്റവും നല്ല. അതിന് പേരിട്ടളി. അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിലെന്താണ് എന്ന് നോക്കണം. വിഷം ഉള്ളിലിട്ടിട്ട് പഞ്ചസാര എന്ന് പുറത്തേക്ക് വെച്ചിട്ട് കാര്യമില്ല. നേതാവ് നിന്നെ നരകത്ത് കടത്തുന്ന കാലമാണിത്. നേതാവ് നരകത്ത് കടത്തും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താണെങ്കിൽ നേതാവിന് ഓഫലത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നേതാവായിട്ട് കാര്യമില്ല. അവർ വലിയ നേതാവായി വലിയ 10 ലക്ഷത്തിൻ്റെ സമ്മേളനത്തിൽ കയറി കുത്തിരുന്ന് എന്നിട്ടൊന്നും കാര്യമില്ല. അവരെ കൽബിൽ ഓഫലത്തുണ്ടാകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പൂക്കോയ പാപ്പാൻ്റെ ഒരു മഹത്വം പറഞ്ഞു. എന്ത് ഇത് എന്നോട് അനുഭവസ്ഥൻ 2 വട്ടം പറഞ്ഞാണ്. ഏറ്റവും ചുരുങ്ങി 2 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. 2 സന്ദർഭത്തിൽ അതിൻ്റെ അടിയിൽ കൊല്ലങ്ങൾ ഉണ്ടാവാം. ഒരു ഉദാഹരണം പറഞ്ഞാണ് അദ്ദേഹം. എന്തുകൊണ്ട്? അതായത് റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ മുന്നിൽ എനിക്ക് നിൽക്കണമല്ലോ എന്ന ബോധം ആർക്ക് വേണം? നേതാവിന്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ നബി പറഞ്ഞു, യുർഫഉ ലിവാഉൻ ഇൻദ ഇസ്തിൽഗാദിരി യൗമൽ ഖിയാമ അർഫഉഹാ ഖദ്റൻ ലിവാഉൽ ഇമാമിൽ ഖാദിരി എന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പം എല്ലാ നാൾ പഞ്ചായത്തേരണം ഇപ്പം എല്ലാവരും സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പായ. ഞാനതിനെ പറ്റി രാജ്യത്ത് പറഞ്ഞത് സ്ഥാനാർത്ഥിയാവുന്ന നല്ല കാര്യമാണ്. സ്ഥാനാർത്ഥി മെമ്പർ നല്ല സുഖം ഉണ്ടാവും. മെമ്പർ 5 കൊല്ലം ആ നാട്ടിൽ എന്ത് നടക്കണം അവനോട് പറയണം. അല്ലെങ്കിൽ സർക്കാർ പ്രസിഡന്റ് അനുസരിച്ച് അതിന് ദുർബലപ്പെടുത്താൻ കഴിയും. മെമ്പറോട് പറയാതെ ഒരു നാട്ടിലൊരു കാര്യം നടക്കാൻ പാടില്ല. സർക്കാരിൻ്റെ ഒരു കാര്യം ആ നാട്ടിൽ നടക്കില്ല. ആരോട് പറയാതെ? മെമ്പറോട് അറിയാതെ സർക്കാരിൻ്റെ ഒരു കാര്യമാണ്, ഒന്നും നടക്കില്ല. അവിടുത്തെ എത്ര വലിയ ഹൈസ്കൂൾ, എന്ത് വലിയ സ്കൂളോ കോളേജോ ആയാലും വേണ്ട, വാർഡ് മെമ്പർ ഒരു വാർഡ് കൗൺസിലറോട് പറയാതെ നടക്കില്ല. അത്ര വലിയ സ്ഥാനമാണ്. പക്ഷേ ഇസ്ത് എന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള ആ ചാലിൻ്റെ അവിടേക്കാണ് ഇസ്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? 2 സീറ്റില്ലേ, ഈ സീറ്റിൻ്റെ ഇടയിലുള്ള മനസ്സിലായില്ലേ? ആ ബാക്ക് സീറ്റ്, ആ സീറ്റിനാണ് ഇസ്ത് അറിയാം. സീറ്റ് ഇതിനാണ് ഇസ്ത് അറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ മധ്യഭാഗത്ത് എന്ത് ചെയ്യും? ഒരു കൊടി പൊക്കും. ആരുടെ മേൽ? യുർഫഉ ലിവാഉൻ. ഇതൊക്കെ ഹദീസ്. യുർഫഉ ലിവാഉൻ, കൊടി ഉയർത്തപ്പെടും. ഇൻദ ഇസ്തിൽഗാദിരി, ചതിയൻ്റെ ചന്തിയുടെ ഭാഗത്ത്, അവൻ്റെ ചന്തിൻ്റെ നടുവിൽ കൊടി ഉയർത്തപ്പെടും. യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ. ബിഹസബി ഖദ്രിഹി, അവൻ്റെ ചതിയുടെ അളവനുസരിച്ച്. അന്ത്യനാളിൽ ചതിയന്മാർക്ക് അവരുടെ ചതിയുടെ അളവനുസരിച്ച് കൊടി ഉയർത്തപ്പെടും. അർഫഉഹാ ഖദ്റൻ ലിവാഉൽ ഇമാമിൽ ഖാദിരി, അതിൽ ഏറ്റവും നീളമുള്ള കൊടി ചതിയനായ നേതാവിന്റെ കൊടിയായിരിക്കും. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഏത് ചൊല്ലി ഹദീസ്? യുർഫഉ ലിവാഉൻ, ഒരു കൊടി ഉയർത്തപ്പെടും യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ. ഇൻദ ഇസ്തിൽഗാദിരി, ചതിയന്റെ ബാക്ക് സീറ്റ്. മനസ്സിലായില്ലേ? ഇസ്തിറ മനസ്സിലായില്ലേ? ബാക്ക് സീറ്റ്, അതിൻ്റെ ആ നടുവിൽ, അതായത് ആ കാഷ്ടിക്കുന്ന ദ്വാരത്തിൻ്റെ ഭാഗത്ത് എന്തു വരും? കാഷ്ടിക്കുന്ന ദ്വാരത്തിൻ്റെ ഭാഗത്ത് ഒരു കൊടിയാണ് പൊക്കും. ദുനിയാവിലെ, മനസ്സിലായില്ലേ? ദുനിയാവിൽ നമ്മൾ കാഷ്ടിക്കുന്ന ഭാഗമല്ലേ, ആ ഭാഗത്ത് കൊടി പൊങ്ങും. കൊടി അവന്റെ ചതിയുടെ അളവനുസരിച്ച്. അതായത് ഇവിടെ കൊടി ഇങ്ങനെ പൊങ്ങും. അവൻ എത്ര ചതിയനാണോ പറേ അത്ര. ആ കൊടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കൊടി ലിവാഉൽ ഇമാമിൽ ഖാദിരി, നേതാവിന്റെ ചന്തിയിൽ പൊക്കിയ കൊടിയായിരിക്കും. ഇന്നിപ്പോ സ്ഥാനാർത്ഥിയാക്കാൻ പായാൻ എളുപ്പം. സ്ഥാനാർത്ഥിനിന്റെ എല്ലാ മൂട്ടിലും എന്തുണ്ടാവും പറ? കൊടി ഉണ്ടാവും.
അവിടെ പിന്നെ തുണിയും കുപ്പായൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊങ്ങാൻ പിന്നെ എളുപ്പമുണ്ട്. പിന്നെ ഒരാൾ ചോദിക്കണ്ട, പിന്നെ തുണി മേലക്കാണോ തുണി കീപ്പട്ടാണോ എന്ന് ചോദിക്കണ്ട. എന്തുണ്ടാവില്ല, ഒരു നൂലാർക്കും ഉണ്ടാവില്ല, കൊടി ഉണ്ടാവും. കൊടി കീപ്പട്ടാണ് എങ്കിൽ ആ ബാക്കിലെ ദ്വാരം ഒന്ന് മറക്കാന്ന് വിചാരിക്കാം. ഇത് കൊടി കീപ്പട്ടല്ല, ആഖിറത്തിലെ കൊടി. ബിഹസബി ഖദ്രിഹി, അവന്റെ ചതിയുടെ അളവനുസരിച്ച്. അർഫഉഹാ ഖദ്റൻ, ആ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന കൊടി ലിവാഉൽ ഇമാമിൽ ഖാദിരി, ചതിയനായ നേതാവിന്റെയോ നേതാവിച്ചിയുടെയോ കൊടിയായിരിക്കും. നീ മത്സരിച്ചോളി. മാസത്തിൽ 8,000 രൂപ കിട്ടും. പിന്നെ പഞ്ചായത്ത് റോഡ് വാങ്ങുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അവകാശം കിട്ടുന്ന പറയുന്നത്. അതിനാണ് കൊടി എന്ന്. ലീഗ്, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റിൻ്റെ കൊടിയല്ല, അവിടെ ഒരു കൊടിയുണ്ട്. ഞാൻ ആർക്കൊക്കെ കൊടി വേണോ ഓലൊക്കെ മത്സരിച്ചോളൂ. കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ബേജാറാവും വേണ്ട. അതിനെനിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു കൊടി പൊങ്ങൂല എന്നുറപ്പുണ്ടോ? മത്സരിച്ചോ. ഞാനൊരു തോടിൻ്റെയും പാടത്തിൻ്റെയും ഞാനൊരു ഓവുപാലത്തിൻ്റെയും പിന്നെ ഓവുചാലിൻ്റെയും പാലത്തിൻ്റെയും റോഡിൻ്റെയും 10%, 8%, 1% വാങ്ങൂല. എനിക്ക് ഉറപ്പുണ്ടോ? മത്സരിച്ചോ. ഞാൻ മേശയുടെ അടി കൂടി വാങ്ങൂല, ഉറപ്പുണ്ടോ? മത്സരിച്ചോ. നിങ്ങൾക്ക് 8,000 രൂപ സർക്കാർ തന്ന ശമ്പളം മതി, അലവൻസ് മതി, മത്സരിച്ചു. നല്ലതാണ്, നാട്ടുകാർക്ക് ഉപകാരം ചെയ്ത് കൊടുക്കാൻ കഴിയുമോ? ഇല്ലേ, മത്സരിക്കണ്ട. എന്തുകൊണ്ട്? ഇവിടെ നല്ല പേരുണ്ടാവും, അവിടെ കൂടുന്നു. ഒന്നുകൂടി ഹദീസ് വായിക്കാം. യുർഫഉ ലിവാഉൻ ഇൻദ ഇസ്തിൽ ഖാദിരി യൗമൽ ഖിയാമ ബിഹസബി ഖദ്രിഹി അർഫഉഹാ ഖദ്റൻ ലിവാഉൽ ഇമാമിൽ ഖാദിരി. ഖാദിർ എന്നാണ് എന്താ അർത്ഥം? ഖാദിർ എന്നർത്ഥം ചതിയൻ, വഞ്ചകൻ. അപ്പോൾ എന്തെങ്കിലും ഓൽക്കും കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ആനുകൂല്യമാണ് ഇന്നത്തെ ഈ ക്ലാസ്. എടാ, മൂട്ടിൽ വാലുണ്ടാവും മേശറയിൽ. എൻ്റെ ഇന്നത്തെ ലീഗും കോൺഗ്രസൊന്നും എൻ്റെ പന്നുണ്ടാവില്ല. മത്സരിക്കാൻ പറ്റൂല, മത്സരിക്കാം. പക്ഷേ ആലോചിച്ചോ, നാട്ടുകാരെ പൈസ മുണങ്ങിയാൽ ഇജട് കുടുങ്ങും. ഇതൊന്നും ആരും പറഞ്ഞു തരില്ല. കാരണം എല്ലാവരും സുഖിപ്പിക്കൽ വയലിൻ്റെ കാര്യം. സുഖിപ്പിക്കൽ വയല ഒക്കെ സുഖിപ്പിക്കലാണ്. നേതാവ്, മൊലാളിനെ സൂപ്പിക്കാൻ വയല്, മോലിയരെ സൂപ്പിക്കാൻ വയല്, അങ്ങനെയാണ്. ഒക്കെ വയലുകളാണ്, എല്ലാം വയല. സുഖിപ്പിക്കൽ വയലിൻ്റെ കാലാണ്. ഇതൊരു സുഖിപ്പിക്കലല്ല. സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഹബീബ് ആരാ? അള്ളാന്റെ ഹബീബ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. വഹ്യു കൊണ്ട് സംസാരിച്ച ആളാണ് ഹബീബാ നബി. ഒക്കെ സത്യം. സത്യമല്ലാത്തൊരു വാക്ക് മുസ്തഫ നബി പറഞ്ഞിട്ടില്ല, പറയൂല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉത്തമ അനുയായികളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم. اللهم أنت منتهى رجاء راجين وغاية ملاذ اللاجين، فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين. وقد أتينا بابك يا الله بثنائك وثناء عبدك محمد صلى الله عليه وسلم، فلا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين.